നമ്മുടെ മാസ്ക് റെഡിയാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു കൊച്ചുള്ളിയോ അല്ലെങ്കിൽ ഇതുണ്ടത് ഉള്ളി ആട്ടോ, ചെറുതാണ് ഇപ്പോഴത്തെ ഉള്ളിയൊക്കെ നല്ല സൈസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ സവോളയോ നമുക്ക് ചേർക്കാവുന്നതാണ്. തൊലിയോട് കൂടി കഴുകിയിട്ട് തൊലിയോട് കൂടി ചേർത്തോളൂ കേട്ടോ. എല്ലാത്തിൻ്റെയും സ്കിന്നാണ് ഇമ്പോർട്ടൻസ്. കോഴിമുട്ടയുടെ ഷെല്ല് ഫേസ് പാക്ക് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര നല്ലതാണ് കോഴിമുട്ടത്തോട്. അപ്പോൾ ഇപ്പോൾ പാക്ക് റെഡിയായി. ഇനി പാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക. ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഏതെങ്കിലും ഷാമ്പു ഉപയോഗിക്കണമെങ്കിൽ ഷാമ്പു ആഡ് ഓൺ ചെയ്യാം. അതെല്ലാം നമുക്ക് നല്ല ഹെയർ ഓയിൽ എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അതിലേക്ക് ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തൈര് വേണമെങ്കിൽ തൈര് ഡിപ്പെൻസ് ഓണാണ്. അപ്പോൾ നല്ലൊരു പാക്കാണ് ഇത്. ഇനി നമുക്ക് ഓയിലോ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലൊക്കെ ചേർക്കണമെങ്കിൽ കുറച്ചും കൂടിയും ഒരു ഓയിലി ഫീൽ വരും. പക്ഷെ ഞാനിപ്പോൾ പാക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമാണ്, കാരണം ഇത് ഫ്രിഡ്ജിലോട്ട് നമ്മൾ വെക്കുകയാണല്ലോ, ഇനി ഉപയോഗിക്കുന്ന സമയത്താണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കി നിങ്ങൾ ടിന്നിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ, ഫ്രിഡ്ജിൽ. മാത്രമല്ല കോഴിമുട്ടയുടെ ഷെൽസ് പോലും ഇതിൽ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല ഫേസ് വാഷൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും ആ കോഴിമുട്ടയുടെ തോടൊന്നും കളയണ്ട, കംപ്ലീറ്റ് പൊടിച്ച് പൗഡറാക്കി എടുത്ത് വയ്ക്കുക. നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്യുമ്പോൾ ഒരു സിപ്പ് ഫേസ് വാഷ് അതിൽ ചേർത്തിട്ട് മുഖം നന്നായി റബ്ബ് ചെയ്യുക. നല്ല നൈസ് പൊടിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഡീപ്പ് ക്ലൻസിങ് കൊടുക്കുന്നതാണ് ഈ കോഴിമുട്ടയുടെ ഷെൽസൊക്കെ. അപ്പോൾ ഈ ഒരു പാക്ക് ഹെയർ പാക്കാണ്. ഓക്കെ.